നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ദിവസത്തെ സമഗ്രമായ വാർത്തകളുമായി ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. ഇന്നത്തെ തലക്കെട്ടുകൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF തരംഗം. ഭൂരിഭാഗം ഗ്രാമപഞ്ചായത്തുകളും പിടിച്ചു. 6-ൽ 4 കോർപ്പറേഷനുകളിലും ജയം. മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും വൻ നേട്ടം. ജില്ലാ പഞ്ചായത്തിൽ ഒപ്പത്തിനൊപ്പം. കനത്ത തിരിച്ചടിയിൽ ഞെട്ടി CPM. LDFന് കോഴിക്കോട് കോർപ്പറേഷൻ മാത്രം. മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തുകളിലും തളർച്ച. ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോർച്ച. അപ്രതീക്ഷിത പരാജയം. ആവശ്യമായ തിരുത്തലുകൾ വരുത്തണം എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചരിത്ര നേട്ടം കുറിച്ച് BJP. അവസാനിപ്പിച്ചത് പതിറ്റാണ്ടുകൾ നീണ്ട ആധിപത്യം. ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും സീറ്റ് എണ്ണം വർദ്ധിപ്പിച്ച് BJP. പന്തളം നഗരസഭാ ഭരണം നഷ്ടമായി. തിരുവനന്തപുരത്തിന് നന്ദി പറഞ്ഞ് നരേന്ദ്രമോദി. വിജയത്തിന് പിന്നിൽ ടീം UDF എന്ന് VD സതീശൻ. വർഗീയ ശക്തികളുമായി UDF നീക്കുപോക്കുണ്ടാക്കിയെന്ന് CPM. സർക്കാരിനെതിരായ വിധിയെഴുത്തെന്ന രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരത്ത് പരാജയത്തിന് പിന്നാലെ നഗരസഭയിൽ പരസ്യ വിഴുപ്പലക്കലും. ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ കൗൺസിലർ ഗായത്രി ബാബു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുൻ DGP R ശ്രീലേഖയ്ക്കും KS ശബരിനാഥനും ജയം. മുട്ടടയിൽ വൈഷ്ണ സുരേഷിന് അട്ടിമറി ജയം. അടാട്ട് പഞ്ചായത്തിൽ ജയിച്ച അനിൽ അക്കര. കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ തോറ്റു. കോഴിക്കോട്ട് LDF UDF മേയർ സ്ഥാനാർത്ഥികൾക്കും തോൽവി. രാഷ്ട്രീയം മതിയാക്കി M അഗസ്തി. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ പരാജയം രുചിച്ച AV ഗോപിനാഥ്. ആഹ്ലാദ പ്രകടനത്തിനിടെ അങ്ങിങ്ങ് സംഘർഷം. കാസർഗോഡ് ചെറുവത്തൂരിൽ CPM ലീഗ് ഏറ്റുമുട്ടൽ. ഇടുക്കി നെടുങ്കണ്ടത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനം. ആക്രമിച്ചത് CPMകാരെന്ന ആരോപണം. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 3 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും മികച്ച വിജയം നേടി UDF. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും UDF വ്യക്തമായ ആധിപത്യം ഉറപ്പിച്ചു. കൊല്ലം ഉൾപ്പെടെ 4 കോർപ്പറേഷനുകൾ UDFനെ തുണച്ചു. NDAയും LDFും ഓരോ കോർപ്പറേഷനുകളിൽ മുന്നിട്ട് നിന്നു. ആകെയുള്ള 86 മുനിസിപ്പാലിറ്റികളിൽ 54 എണ്ണത്തിലും UDF വിജയിച്ചപ്പോൾ LDF 28 ഇടത്ത് ചുരുങ്ങി. 79 ബ്ലോക്ക് പഞ്ചായത്തുകൾ UDFനൊപ്പം നിന്നപ്പോൾ LDF 63ലേക്ക് ചുരുങ്ങി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നേടിയ വിജയം UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കി. ഗ്രാമപഞ്ചായത്തിൽ 504 സീറ്റുകൾ UDFനും 341 സീറ്റ് LDFനും ലഭിച്ചു. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിളക്കമാർന്ന ജയം BJPക്ക് മുതൽക്കൂട്ടായി. TG സജിത് വിവരങ്ങളുമായി. സജിത്, വൈകിട്ട് 6 മണിയായിരിക്കുന്നു. ഈ ദിവസത്തെ ഏതാണ്ട് ചുരുക്കി പറയാൻ സമയമായി. ചരിത്ര വിജയം കുറിച്ച BJP, ഒപ്പം ഒട്ടും പ്രതീക്ഷിച്ചതിലും അധികം മികച്ച ഒരു വിജയം നേടിയ UDF, അപ്രതീക്ഷിത തിരിച്ചടിയുടെ ആഘാതത്തിൽ നിൽക്കുന്ന LDF. അങ്ങനെ ചുരുക്കി പറയാമോ? ശ്രീജ, അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ അപ്രതീക്ഷിതമായ നേട്ടം UDFന് കൈവന്നു. ഒരുപക്ഷെ UDF തിരിച്ചു വരുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിൽ കൂടിയും ഇത്ര വലിയ തിരിച്ച് വരവുണ്ടാകുമോ എന്ന് UDFും കരുതിയിട്ടുണ്ടാവില്ല. അതേസമയം ഇടതു കേന്ദ്രങ്ങളിലും ഇങ്ങനെയൊരു തിരിച്ചടി
അവർ അപ്രതീക്ഷിതമായിരുന്നു. എല്ലാ അർത്ഥത്തിലുമുള്ള തിരിച്ചടിയാണ് ഇടതു കേന്ദ്രങ്ങൾക്കുണ്ടായത്. കാരണം ഇങ്ങനെ ഒരു സാഹചര്യം അവർ മുന്നിൽ കണ്ടിരുന്നില്ല. എല്ലാ മേഖലകളിലും ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ഉണ്ടായ തിരിച്ചടിയാണ് ഇടതുമുന്നണിക്കുണ്ടാവുന്നത്. കോർപ്പറേഷനുകളിലെ പിന്നോട്ടുപോക്ക്, നഗരസഭകളിലെ വലിയ പിന്നോട്ടുപോക്ക്, ഒപ്പം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലടക്കം വൻ പിന്നോട്ടുപോക്കാണ് ഇടതുമുന്നണിക്കുണ്ടാവുന്നത്. ഇടതു കോട്ടകളിലടക്കം വമ്പൻ തിരിച്ചടി നേരിട്ടു എന്നതാണ് സാഹചര്യം. സംസ്ഥാനത്ത് ഇതിനും വലിയ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നപ്പോൾ ഉണ്ടാവാത്തത് അത്ര വലുതാ തിരിച്ചടി ഉണ്ടായെന്നതാണ്. നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ ആ തിരിച്ചടിയുടെ ആഘാതം എത്ര വലുതാണ് എന്ന് വ്യക്തമാകുന്നു. MV ഗോവിന്ദന്റെ പ്രതികരണം അസാധാരണമായ തിരിച്ചടിയാണ്, അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് എന്നതാണ്. ഞങ്ങൾ തിരിച്ചുവരും എന്ന വാദം അവർ ഉന്നയിക്കുന്നു. രാവിലെ വോട്ടെണ്ണലിൻ്റെ ആദ്യ മിനിറ്റ് മുതൽ തന്നെ ഇടതു കേന്ദ്രങ്ങളിൽ ചില ആഘാതം പ്രകടമായിരുന്നു. ഇടതു കോട്ടകളിൽ ആഘാതം പ്രകടമായിരുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് കൊല്ലമാണ്. കാരണം തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരവും കൊല്ലവും ഇടതുമുന്നണിക്ക് LDFന് വലിയ പിന്തുണയുണ്ടാവും. മറ്റ് മേഖലകളിലൊക്കെ തിരിച്ചടി ഉണ്ടായാലും, പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായാൽ പോലും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒന്നും കാര്യമായ പരിക്കില്ലാതെ മുന്നോട്ട് പോകാം എന്ന ഇടതു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. നോക്കൂ, കൊല്ലം കോർപ്പറേഷൻ, കൊല്ലത്തെ ഇടതുകോട്ടയിൽ വമ്പൻ തകർച്ചയാണ് ഇടതുമുന്നണിക്ക് നേരിടേണ്ടി വന്നത്. ദയനീയമായി അവിടെ തകർന്നടിയുന്ന കാഴ്ചയാണ് ഉണ്ടായത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പരാജയം കോൺഗ്രസ് CPMനെ ഇരുത്തി ചിന്തിപ്പിക്കും. കാരണം കോർപ്പറേഷൻ ഭരണം നഷ്ടമായി എന്ന് മാത്രമല്ല, വലിയ രീതിയിൽ തകർന്നുപോയി. അവിടെ UDFന് തിരിച്ചുവരവുണ്ടാവുന്നു, BJPക്ക് ഭരണം കിട്ടുന്നു എന്ന സാഹചര്യം കൂടി ഉണ്ടായി. അതായത് സംസ്ഥാനത്ത് കോൺഗ്രസ് ശക്തിപ്പെട്ടാൽ അവിടെ BJPയുടെ നഷ്ടമുണ്ടാകും എന്ന് പ്രതീക്ഷിച്ച ഇടങ്ങളിലെല്ലാം സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ഇടതു കോട്ടകളാണ് തകർന്നടിയുന്നത്. അതേസമയം അവിടെ UDF നില മെച്ചപ്പെടുത്തുകയും BJP അവരുടെ ശക്തി ഒന്നുകൂടി പ്രകടമാക്കുകയും ചെയ്തു. കോർപ്പറേഷനിൽ കണ്ടത് അതാണ്. കാരണം അവിടെ കോൺഗ്രസ് അതിശക്തമായി തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയപ്പോൾ അത് BJPക്ക് നഷ്ടമുണ്ടാക്കുകയും തങ്ങളുടെ സാധ്യത നിലനിർത്തുകയും ചെയ്യുമെന്നാണ് ഇടതുമുന്നണി കരുതിയത്. പക്ഷേ തിരിച്ചാണ് സംഭവിച്ചത്. ഇരട്ടിയോളം സീറ്റ് വർധനവ് കോൺഗ്രസ് UDF ഉയർത്തുന്നു. അതേസമയം CPMനാണ്, ഇടതുമുന്നണിക്കാണ് ഈ നഷ്ടം മുഴുവൻ പേറേണ്ടി വന്നതാണ് സാഹചര്യം. കോർപ്പറേഷനിലെ തോൽവി CPMനെ ഇരുത്തി ചിന്തിപ്പിക്കുമെന്ന് മാത്രമല്ല, ഇതിനകം തന്നെ CPMനകത്ത് വിവാദങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. മുൻ ഭരണസമിതിക്കെതിരെ, മേയർക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ CPM ക്യാമ്പിൽ നിന്നും പുറത്തു വരുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. കൊല്ലം കോർപ്പറേഷന്റെ പരാജയവും ആ തരത്തിൽ തന്നെയാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കൊല്ലം കോർപ്പറേഷൻ. ഒരുപക്ഷെ UDFന്റെ കണക്കിൽ പോലും കൊല്ലം കോർപ്പറേഷനിൽ ഒരു വിജയം ഉണ്ടാകുമെന്ന കണക്കുണ്ടായിരുന്നതല്ല. പക്ഷേ സാഹചര്യം സംഭവിച്ചത് മറിച്ചാണ്. ഈ തരത്തിലാണ് സാഹചര്യം ഉണ്ടാകുന്നത്. ആശ്വാസ ജയമെന്ന് പറയാവുന്നത് കോഴിക്കോട് മാത്രമാണ്. പക്ഷേ അവിടെയും ശക്തി കേന്ദ്രങ്ങളെല്ലാം തകർന്നടിയുന്ന സാഹചര്യമുണ്ടായി. മധ്യ കേരളത്തിലേക്ക് വരുന്ന രാഷ്ട്രീയ ചിത്രം UDFന് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിനപ്പുറത്തേക്ക് സംസ്ഥാന ഭരണം പിടിക്കാനൊരുങ്ങുന്ന UDFന് കൂടുതൽ കരുത്തു പകരുന്ന, ആത്മവിശ്വാസം നൽകുന്ന കണക്കെടുപ്പുകളാണ് മധ്യ കേരളത്തിൽ നിന്ന് വരുന്നത്. കാരണം അവരുടെ ശക്തി കേന്ദ്രമായ ഇടങ്ങളിലേക്ക് തിരികെ വന്നു എന്ന ഒരു തോന്നൽ ഉളവാക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടാവുന്നത്. കാരണം കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട അടക്കമുള്ള പരമ്പരാഗതമായ UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി പിന്നോട്ട് പോക്കായിരുന്നു UDFനുണ്ടായത്. അവിടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചിറകിലേറി ഇടതുമുന്നണിയാണ് അവിടെ വലിയ രീതിയിലുള്ള പ്രകടനം നടത്തിയിരുന്നത്. പക്ഷേ അവിടേക്ക് UDFന്റെ തിരിച്ചുവരവാണ് ഉണ്ടായിരിക്കുന്നത്. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ഈ മധ്യ കേരളത്തിലെ UDFന്റെ തിരിച്ചുവരവ് വളരെ പ്രകടമാണ്. ജില്ലാ പഞ്ചായത്തുകളിലും അത് സംഭവിച്ചിട്ടുണ്ട്. ഒരു സംസ്ഥാനത്തെ രാഷ്ട്രീയ മാറ്റം UDFന് അനുകൂലമായി ഉണ്ടാകുന്നു എന്ന് UDF അവകാശപ്പെടാൻ കഴിയുന്ന ഒരു കണക്ക് കൂടിയാണ് മധ്യ കേരളത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് അതും സ്വാഭാവികമായും വലിയ വെല്ലുവിളിയാണ്. ഒപ്പം കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം ഒപ്പം ഉണ്ടായിട്ടും ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ അവസ്ഥയെങ്കിൽ മുന്നണി മാറ്റം പോലെയുള്ള വലിയ ചർച്ചകൾക്ക്, തുടർ ചർച്ചകൾക്ക് ഇടം നൽകുന്ന ഒരു രാഷ്ട്രീയ നീക്കം കൂടിയായി ഇത് മാറുകയാണ്. എറണാകുളത്തേക്ക് വരുമ്പോഴും സംഭവിച്ചത് വലിയ വിജയമാണ് ഉണ്ടാവുന്നത്. തൃശ്ശൂരിലും വമ്പൻ വിജയം. കോർപ്പറേഷനിലൊക്കെ UDFന്റെ ഇത്ര ശക്തമായ വിജയം അപ്രതീക്ഷിതമായി തന്നെ UDF കേന്ദ്രങ്ങളിൽ തന്നെ വലിയ ആഘോഷ കാഴ്ചകൾ ഒരുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പ്രതിപക്ഷത്തിൻ്റെ ഐക്യമെന്ന വിജയമെന്നാണ്. മലബാർ മേഖലയിൽ സംഭവിച്ചത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകുന്നു. വലിയ നേട്ടമാണ് അവിടെ സ്വന്തമാക്കാൻ കഴിയുന്നത്. അങ്ങനെ സംസ്ഥാന വ്യാപകമായി തന്നെ UDFന് അവകാശപ്പെടാൻ കഴിയുന്ന ഏറ്റവും ആധികാരികമായ വിജയമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ഇടതു കേന്ദ്രങ്ങളിൽ കൃത്യമായ പ്രതികരണം പോലും നടത്താനാവാത്ത വിധം ആഘാതം സൃഷ്ടിച്ചിരിക്കുകയാണ് നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ ഓരോ ജില്ലകളിലേക്കായി വളരെ വിശദമായി തന്നെ പോവുകയാണ്. കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത്,
അപ്രതീക്ഷിതമായി ഉണ്ടായ തോൽവിയുടെ ആഘാതം LDFനെ പിടിച്ചുലച്ചിട്ടുണ്ട്. UDF കാര്യമായ നേട്ടമുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ, കോട്ടയം ഉൾപ്പെടെയുള്ള മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തൊക്കെ എന്നാണെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊളയും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഒക്കെ കാര്യമായി തിരിച്ചടിച്ചു എന്ന് വേണ്ടേ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ, മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച്? ശ്രീജ, തീർച്ചയായും അത്തരം വിഷയങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനൊക്കെ ഉയർത്തി നൽകിക്കൊണ്ട് എല്ലാ തുടർ ഭരണത്തിനുള്ള എല്ലാ കളവും ഒരുക്കി ഈ ക്ഷേമ പെൻഷൻ പെൻഡിംഗ് ഉള്ളതെല്ലാം തീർത്ത് മുന്നേറിയ ഒരു ഇടതുമുന്നണിക്ക് ഏറ്റ വലിയ ആഘാതമാണ്. ഇടതുമുന്നണിക്ക് ആഘാതം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ UDFനും ചില തരത്തിൽ ആഘാതം ഉണ്ടാകുന്നുണ്ട്. അതായത് ഇത്ര വലിയൊരു വിജയം എന്നുള്ളത് അവർ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ്. ഇന്നലെ തന്നെ UDFന്റെ പല ജില്ലാ നേതാക്കളും ചൂണ്ടിക്കാണിച്ചത് പാലാ നഗരസഭയൊന്നും ഞങ്ങൾക്ക് കിട്ടില്ല എന്നായിരുന്നു. അവർ അങ്ങനെ പരസ്യമായി പല മാധ്യമങ്ങൾക്കും അഭിമുഖം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയാണ് അവരെ കൂടി ഞെട്ടിച്ചുകൊണ്ട് പാലാ നഗരസഭ ഉൾപ്പെടെ പിടിക്കാൻ കഴിയുന്ന നിലയിലേക്ക് UDFന് സാഹചര്യം ഉരുത്തിരിഞ്ഞത്. ഒരുപക്ഷെ 6 നഗര ഭരണങ്ങളിൽ കഴിഞ്ഞ തവണ UDFന് മേൽക്കൈയുണ്ടായിരുന്നു. അത് ഇത്തവണയും ഏതാണ്ട് തുടരുന്നു നഗരഭരണങ്ങളിൽ എന്ന് തന്നെ തിരിച്ച് പറയാൻ പറ്റും. ചങ്ങനാശ്ശേരിയിലൊക്കെ ത്രിശങ്കുവാണ്. പക്ഷേ എങ്കിലും സ്വതന്ത്രന്മാരുടെ പിന്തുണയോടെ UDF തന്നെ ഭരണം ഉറപ്പിക്കും. പാലായിൽ ബിനു പുളിക്കകണ്ഠം ഉൾപ്പെടെയുള്ളവരുടെ സ്വതന്ത്ര കൂട്ടായ്മ നിർണായകമാകുകയും ചെയ്യും. മറ്റിടത്ത് UDF തന്നെയാണ്. പഞ്ചായത്തുകളിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണ 50-ലധികം പഞ്ചായത്തുകൾ ഇടതുപക്ഷം വിജയിച്ചെങ്കിൽ ഇത്തവണ 45-ലേക്ക് UDF എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 11-ൽ 10 LDF ബ്ലോക്ക് പഞ്ചായത്ത് പിടിച്ചെങ്കിൽ ഇത്തവണ അത് തിരിച്ചായിരിക്കുന്നു. 2 എണ്ണം മാത്രമാണ് LDFനുള്ളത്. ജില്ലാ പഞ്ചായത്തുകളിലും മൃഗീയമായ ഭൂരിപക്ഷം 16 സീറ്റ്, 23-ൽ 16 സീറ്റും ലഭിച്ചിരിക്കുന്നത്. അതായത് കേരള കോൺഗ്രസുകൾ കൂടുതൽ സീറ്റ് പിടിച്ചെടുത്ത് നടന്നൊരു തെരഞ്ഞെടുപ്പാണ്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ചത് കേരള കോൺഗ്രസിനായിരുന്നു. 10 സീറ്റിലാണ് അവർ മത്സരിച്ചത്. പക്ഷേ 4 എണ്ണത്തിൽ മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ്. 1200-ൽ പരം സീറ്റുകൾ, ഒരുപക്ഷെ കേരള കോൺഗ്രസ് എമ്മിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ സീറ്റെണ്ണത്തോടുകൂടി LDF അവരെ കാര്യമായി കൈയഴിഞ്ഞ് സഹായിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷെ അവിടെയാണ് വലിയ തോൽവിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ്. ഇത് കേവലം കോട്ടയത്തിന്റെ ഒരു കാര്യം മാത്രമല്ല, അത് പത്തനംതിട്ട എടുത്താലും ഇടുക്കി എടുത്താലും കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പ്, നേരത്തെ സജിത്ത് പറഞ്ഞതുപോലെ മധ്യ കേരളം UDFനെ കൈവിടുന്ന നിലയാണ് പലപ്പോഴും ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്ന് ആശ്വാസം കിട്ടുന്നൊരു വിജയം തന്നെയാണ് ഈ ജില്ലകളിലൊക്കെയും ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഒരുപക്ഷെ ജില്ലാ പഞ്ചായത്ത് സീറ്റെണ്ണം കോട്ടയം മാത്രം എടുത്താൽ ജോസഫ് ഗ്രൂപ്പിനും 4 സീറ്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 7 സീറ്റിൽ മത്സരിച്ച് അവർ 4 ജയിച്ചു. കേരള കോൺഗ്രസ് എം 10 സീറ്റിൽ മത്സരിച്ചെടുത്താണ് 4 ജയിക്കാൻ കഴിഞ്ഞത്. ഇപ്പുറത്തെ കോൺഗ്രസിന് കേരള കോൺഗ്രസ് എം ഇല്ലെങ്കിലും വിജയിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളത് പല ഡിവിഷനുകളും, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, ബ്ലോക്ക് ഡിവിഷനുകളിലടക്കം തെളിഞ്ഞു എന്നുള്ളതാണ് അവിടെ ഒരു രാഷ്ട്രീയ വിജയമായി എടുത്ത് കാണുകയും ചെയ്തത്. പലയിടത്തും കഴിഞ്ഞ തവണ കോട്ടയം നഗരസഭയൊക്കെ കൈവിട്ടു പോയതാണ്. ഇത്തവണ LDF പിടിക്കുമെന്ന് പറഞ്ഞ നഗരസഭയാണ്. പക്ഷേ അവിടെ വളരെ കാര്യമായ ഭൂരിപക്ഷത്തിൽ മുന്നോട്ട് പോകുന്ന, ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന NCPയുടെ സംസ്ഥാന അധ്യക്ഷ ലതിക സുഭാഷൊക്കെ 3ാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. പുതുപ്പള്ളിയിൽ കഴിഞ്ഞ തവണ ഏതാണ്ട് ഭൂരിപക്ഷം 2 പഞ്ചായത്ത് ഒഴികെ ബാക്കിയെല്ലാം LDF ആയിരുന്നു. അവിടെ ഇത്തവണ ഒന്നൊഴികെ ബാക്കിയെല്ലാം പിടിക്കുന്ന നിലയിലേക്ക് UDF എത്തുന്നു. അങ്ങനെ പരമ്പരാഗത കോട്ടകൾ സംരക്ഷിക്കുന്നു UDFന് എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ച് ഒരു പരിധിവരെ PC ജോർജിന്റെ വരവ് ചിലയിടത്ത് ഗുണമായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് പിടിക്കുന്നു. ഈരാറ്റുപേട്ട ബ്ലോക്ക് ഡിവിഷനിൽ 2 ഡിവിഷനുകൾ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് BJPക്ക് എന്നുള്ളത് ആദ്യത്തെ ഒരു അനുഭവമാണ്. അയ്മനം പഞ്ചായത്ത് പിടിക്കാൻ കഴിഞ്ഞു. പക്ഷെ അപ്പോഴും ശക്തി കേന്ദ്രമായ പള്ളിക്കത്തോട് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് BJPയെ ഞെട്ടിച്ചിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ മുത്തോലി സ്വാഭാവികമായും പോകും, കാരണം വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ BJP കണക്കിൽ എടുത്തിരുന്നതാണ്. മറ്റു പലയിടത്തും വലിയ ഭൂരിപക്ഷം, വലിയ നേട്ടമുണ്ടാകുമെന്ന് BJP കരുതിയെടുത്ത്. ക്രൈസ്തവ സ്വാധീനമാണല്ലോ പ്രധാന കഴിഞ്ഞ കുറെ കാലമായി BJP ശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യം. അവിടെയൊക്കെ ചങ്ങനാശ്ശേരിയിൽ വളരെ കൗതുകകരമായി തോന്നിയത് പെരുന്ന ഈസ്റ്റ്, മന്നനഗർ, പെരുന്ന അമ്പലം, പനച്ചിക്കാവ് ക്ഷേത്രം, പെരുന്ന വെസ്റ്റ് എല്ലാം NDAക്കാണ്. അതായത് NSS ആസ്ഥാനത്ത് NSS ഇത്തവണ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ NSS ആസ്ഥാനം ഇരിക്കുന്നതിന്റെ ചുറ്റുഭാഗം മുഴുവൻ NDAക്ക് പോയിരിക്കുന്നു.
തീർച്ചയായും അതൊരു നായർ വോട്ട് ബാങ്ക് ഉള്ള ഒരു കേന്ദ്രം കൂടിയാണ്. ഒരുപക്ഷെ NSS ജനറൽ സെക്രട്ടറിയുടെ നിലപാട് ഫലത്തിൽ തള്ളപ്പെടുന്ന സാഹചര്യമുണ്ട്. നമുക്ക് ഈ പെരുന്നയിലെ തന്നെ ആണ് ചില കരയോഗാംഗങ്ങളൊക്കെ രാജിവെക്കുന്ന സാഹചര്യം പോലും അന്ന് നമ്മൾ വാർത്തകൾ നൽകിയതാണ് NSSന്റെ നിലപാടിൽ. അതായത് NSS ആസ്ഥാനം ഇരിക്കുന്ന ആസ്ഥാനത്തിന് ചുറ്റിനുമുള്ള വാർഡ് മുഴുവൻ BJP തൂത്തെടുത്തിരിക്കുന്നു. സമീപകാലത്തല്ല ഒരു തെരഞ്ഞെടുപ്പിലും BJPക്ക് 8 സീറ്റിൽ എത്തിയിട്ടില്ല. അതായത് അവിടെ LDFന് 9 സീറ്റേ ഉള്ളൂ. തൊട്ടിപ്പുറത്ത് പ്രതിപക്ഷമാകാൻ കഴിയുന്ന നിലയിലേക്ക് NDA 8 സീറ്റുമായി അവിടെ എത്തുന്നു എന്നുള്ള കൗതുക കാഴ്ചകൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. ശ്രീജ. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. കോട്ടയത്ത് 6 നഗരസഭകളിൽ ഫലത്തിൽ 4 UDF മുന്നിലുണ്ട്. 2 സ്വതന്ത്രരുടെ പിന്തുണ കൂടിയുണ്ടെങ്കിൽ ആ 2 കൂടി ഭരിക്കാം എന്നുള്ള സ്ഥിതിയാണുള്ളത്. മധ്യ കേരളത്തിൽ ഏറ്റവും പ്രകടമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ചർച്ചയായി എന്ന് നമുക്ക് പരിശോധിക്കാവുന്ന ഒരു ലിറ്റ്മസ് ടെസ്റ്റ് നടത്താവുന്ന ഒരു ഫലമാണ് കോട്ടയത്തേത്. ഇനി നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകുന്നത്. ആജ്ഞ, കൊച്ചി ഒരു പരമ്പരാഗതമായി കോൺഗ്രസിന്റെ കോട്ടയാണ് എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ആ കോട്ട വളരെ ശക്തമായ രീതിയിൽ കൊടി ഉയർത്തിക്കൊണ്ട് തന്നെ UDF നിൽക്കുന്ന ഒരു കാഴ്ച. പക്ഷെ അവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്ന്, തൃപ്പൂണിത്തറ നഗരസഭ NDA ഭരിക്കുന്നു, NDA ഭരിക്കാൻ പോകുന്നു എന്നൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. എങ്ങനെയാണ് കൊച്ചി കോർപ്പറേഷനിലെ ഒപ്പം എറണാകുളം ജില്ലയിലെ ഫലം? ശ്രീജ, പ്രധാനമായും ശ്രീജ ചൂണ്ടിക്കാണിച്ചതുപോലെ NDA ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരിക്കുകയാണ് തൃപ്പൂണിത്തറ നഗരസഭയിൽ എന്നുള്ളതാണ്. 21 സീറ്റുകളാണ് NDA ഈ നഗരസഭയിലേക്ക് നേടിയിട്ടുള്ളത്. തൊട്ടു പിന്നാലെ LDF ഉണ്ട്. LDF 20 സീറ്റുകളുമായി തൊട്ടു പിന്നാലെയുണ്ട്. UDFന് 12 സീറ്റുകളുമാണ് ലഭിച്ചിരിക്കുന്നത്. ഒന്നുകിൽ ഇത് LDF UDF ഒരു അലയൻസ് വന്നാൽ മാത്രമേ ഇവിടെ LDFനോ അതല്ലെങ്കിൽ മറ്റൊരു കക്ഷി ഭരണം കിട്ടാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഒറ്റ സീറ്റിന്റെ വ്യത്യാസത്തിലാണ് BJP നിൽക്കുന്നതെങ്കിലും ഭരണം BJPക്ക് തന്നെ ലഭിക്കാനുള്ള സാധ്യത 99% ഉണ്ട് എന്ന് വേണം വിലയിരുത്താൻ ഈ കാര്യത്തിൽ. അത് മാത്രമല്ല, കോർപ്പറേഷന്റെ കാര്യമെടുക്കുമ്പോൾ തന്നെ കോർപ്പറേഷനിൽ 46 സീറ്റാണ് UDF നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ 20 സീറ്റ് മാത്രമേ LDFന് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതേ സമയത്ത് തന്നെ അതിലെ 6 NDA നേടിയിട്ടുണ്ട്. അതേഴ്സ് 4 മറ്റുള്ളവർ 4 നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ പഞ്ചായത്തിന് കണക്ക് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് 66 പഞ്ചായത്തുകളാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. LDFന് അതേസമയത്ത് 84 പഞ്ചായത്തുകളിൽ 66 UDFന്റെ ഒപ്പമാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. LDF അതേസമയം 7 പഞ്ചായത്തുകൾ മാത്രമേ പിടിച്ചെടുത്തിട്ടുള്ളൂ. ഇതിൽ ഈ പഞ്ചായത്തുകളുടെ ഭരണം പറയുമ്പോഴാണ് അതിനോടൊപ്പമായിട്ട് 2020യുടെ കാര്യം കൂടി പറയേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ 5 പഞ്ചായത്തുകൾ ഭരിച്ചിട്ട് 2020 ഇത്തവണ 3 ആയിട്ട് ചുരുങ്ങേണ്ടി വന്നത്. സ്വാധീന മേഖലകളിൽ 2020ക്ക് തിരിച്ചടി ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് കുന്നത്തുനാട്, മഴുവന്നൂർ പഞ്ചായത്തുകൾ 2020യുടെ കയ്യിൽ നിന്ന് പോയി. അത് പൂർണ്ണമായും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന പഞ്ചായത്തുകളാണ്. അതേസമയം ഐക്കർനാട്, കിഴക്കമ്പലം, തിരുവാണിയൂർ ഈ പഞ്ചായത്തുകൾ പൂർണ്ണമായും പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഐക്കർനാടിൽ നിർത്തിയിട്ടുള്ള എല്ലാ സീറ്റുകളിലും ജയിച്ചിട്ടുള്ളതും 2020 തന്നെയാണ്. ബ്ലോക്ക് പഞ്ചായത്തിലും അതുപോലെ നഗരസഭയിലേക്കും ഇത്തവണ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം കൂടി കണക്കെടുക്കുമ്പോൾ 2020 മുൻപുണ്ടായിരുന്ന മുന്നേറ്റം ഇത്തവണ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്നിരുന്നാലും ഐക്കർനാടിലെ നേട്ടമായി തന്നെ കണക്കാക്കേണ്ടതുണ്ട്. കാരണം 16 വാർഡുകളിലും അത് മുഴുവൻ പിടിച്ചെടുക്കാൻ, സീറ്റുകൾ മുഴുവൻ പിടിച്ചെടുക്കാൻ ഐക്കർനാട് പഞ്ചായത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലെ മൊത്തത്തിലൊരു ഒഴുക്കിനൊപ്പം നീങ്ങുമ്പോൾ തന്നെ UDFന് അനുകൂലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെ ആയിരുന്നു എന്ന് വേണം പറയാൻ. ഇത് ഈ പറഞ്ഞതുപോലെ നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നതുപോലെ ഈ ഇടതുപക്ഷത്തിന് ഭരണത്തിനോടുള്ള വിമുഖതയാണോ ആളുകൾ ഇത്തരത്തിൽ റിയാക്ട് ചെയ്തത്, വോട്ടായിട്ട് റിയാക്ട് ചെയ്ത് പല പ്രശ്നങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരുമ്പോഴും കൊച്ചിയിൽ UDF അങ്ങേയറ്റം ആത്മവിശ്വാസത്തോട് തന്നെ ഘട്ടത്തിലൊക്കെ നമ്മളെ നേതാക്കളോടും ഇവരോടും ഒക്കെ പറഞ്ഞപ്പോഴും അവരുടെ പ്രതികരണം അങ്ങനെയായിരുന്നു. അതായത് ജനങ്ങളുടെയും ഈ കാൻഡിഡേറ്റ്സിനെയൊക്കെ കൂടുതൽ അവരൊരു ആത്മവിശ്വാസം കാണിച്ചിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ആ കോൺഫിഡൻസിന്റെ ആകത്തുകയായിട്ട് മൊത്തത്തിൽ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടെ കൊച്ചി കോർപ്പറേഷനും നഗരസഭകളും ഉൾപ്പെടെ UDF ഇങ്ങനെ കയ്യിൽ ഒതുക്കി വെച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതേസമയം ഈ ഒറ്റപ്പെട്ട ഒരു സംഭവം ഉണ്ടായത് തൃപ്പൂണിത്തുറയിലാണ്. തൃപ്പൂണിത്തുറയിൽ NDA
ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ തവണ തൃപ്പൂണിത്തുറയിൽ പ്രതിപക്ഷം BJP തന്നെയായിരുന്നു, LDF ആയിരുന്നു ഭരിച്ചിരുന്നതും. അത് ഇത്തവണ തിരിച്ചു വന്നു. LDF ഇത്തവണ പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടുന്ന കൂടുതൽ സാഹചര്യമാണ് അതിലേക്ക് വ്യക്തമാകുന്നത്. അങ്ങനെയാണ് എന്തായാലും തൃപ്പൂണിത്തുറയിൽ BJP NDA ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തുടരും. ശ്രീജ. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടതാണ് കൊച്ചിയുടെ ഭരണം. വിമതരെ കൊണ്ട് പൊറുതിമുട്ടിയ കൊച്ചി എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് മിന്നുന്ന വിജയം തന്നെ UDF സ്വന്തമാക്കി എന്ന് വേണം പറയാൻ. കഴിഞ്ഞ തവണയും ഏതാണ്ട് തുല്യശക്തികളായി നിന്ന സമയത്ത് UDF വിമതരുടെ പിന്തുണയോടെ കൊച്ചി LDF ഭരിക്കുകയായിരുന്നു ഇത്തവണ. പക്ഷേ വളരെ മികച്ച രീതിയിൽ ഒരു പ്രകടനം നടത്തിക്കൊണ്ട് തന്നെ ആധികാരികമായ വിജയം നേടാൻ കൊച്ചിയിൽ UDFന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. തൃശ്ശൂർ കോർപ്പറേഷനിൽ UDFന്റെ വമ്പൻ തിരിച്ചുവരവിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ തവണ കോൺഗ്രസ് വിമതൻ MK വർഗീസിനെ കൂട്ടുപിടിച്ച് നഗരസഭ ഭരിച്ച ഇടതുപക്ഷം ഇത്തവണ 11 സീറ്റിൽ ഒതുങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെ അക്കൗണ്ട് തുറന്നതിന്റെ ആത്മവിശ്വാസത്തിൽ മത്സരിച്ച NDAക്ക് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞതുമില്ല. അതേസമയം ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDFനാണ് മേൽക്കൈ. മുൻ MLA അനിൽ അക്കര മത്സരിച്ച അടാട്ട് പഞ്ചായത്തിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. തിരുവല്ലുവാമല പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തത് മാത്രമാണ് BJPയുടെ നേട്ടം. ടോം കുര്യാക്കോസ് വിവരങ്ങളുമായി. ടോം, ഒരുപക്ഷെ BJP NDA ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന സംസ്ഥാനത്തെ ഒരു ജില്ലയായിരുന്നു തൃശ്ശൂർ. അവിടെ സുരേഷ് ഗോപിയുടെ ഇമ്പാക്ട് മാത്രമാണ് ഉണ്ടായത്. അത് BJPക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു വിജയമായിരുന്നില്ല, NDAയുടെ വിജയമായിരുന്നില്ല എന്ന് തെളിയിക്കുകയാണോ ഈ ഫലം? ഒപ്പം കോൺഗ്രസിന്റെ ശക്തമായ തിരിച്ചുവരവ്. തീർച്ചയായും ശ്രീജ സൂചിപ്പിച്ചതുപോലെ BJP വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഒരു ജില്ലയാണ്. മാത്രമല്ല തിരുവനന്തപുരം കൂടാതെ തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണം ഇത്തവണ നേടാൻ കഴിയുമെന്നൊരു വലിയ ആത്മവിശ്വാസം BJPക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സുരേഷ് ഗോപിയുടെ അക്കൗണ്ട് തുറന്നു. അങ്ങനെ വലിയൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് BJP ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിൽ കണക്കൂട്ടലുകളെല്ലാം തകർന്ന അവസ്ഥയാണ് കണ്ടത്. അതായത് കോർപ്പറേഷൻ ഭരണം കോൺഗ്രസ് തിരിച്ചുപിടിക്കുന്നു. 2010 ശേഷം, അതായത് കഴിഞ്ഞ 2 തവണ കോൺഗ്രസിന് നഷ്ടപ്പെട്ട നഗരസഭാ ഭരണമാണ്, കോർപ്പറേഷൻ ഭരണമാണ് ഇത്തവണ കോൺഗ്രസിന് UDFന് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ തവണ നമുക്കറിയാം MK വർഗീസ്, കോൺഗ്രസ് വിമതനായിരുന്ന MK വർഗീസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതുപക്ഷം അധികാരം നിലനിർത്തിയെങ്കിൽ ഇത്തവണ കാര്യങ്ങൾ പ്രതീക്ഷിച്ച പോലെ ആയില്ല. അതായത് 11 സീറ്റിൽ ഇടതുപക്ഷത്തിന് ഒതുങ്ങേണ്ടി വന്നു. BJPക്ക് 8 സീറ്റ് മാത്രമാണ് നഗരസഭയിൽ കോർപ്പറേഷൻ പരിധിയിൽ നേടാൻ കഴിഞ്ഞത്. പക്ഷേ ഇടതുപക്ഷത്തിന് നേട്ടമായത്, അതായത് മറ്റെല്ലാ ജില്ലകളിലും UDF തരംഗം ആഞ്ഞു വീശിയപ്പോൾ തൃശ്ശൂരിൻ്റെ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. തൃശ്ശൂരിൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തുകളിലൊക്കെ ഇടതുപക്ഷത്തിനൊരു മേൽക്കൈയുണ്ട്. പക്ഷെ എങ്കിൽ പോലും UDFനെ സംബന്ധിച്ച് UDF പഞ്ചായത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് UDFനെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ്. പ്രത്യേകിച്ചും 44 ഗ്രാമപഞ്ചായത്തുകൾ ഇടതുപക്ഷം പിടിച്ചപ്പോൾ 34 ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണം UDFന് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു. 34 പഞ്ചായത്തുകൾ വ്യക്തമായ മേൽക്കൈ UDFനുണ്ട്. അതോടൊപ്പം തന്നെ മുൻ MLA അനിൽ അക്കര മത്സരിച്ച അടാട്ട് പഞ്ചായത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ് ആണ്. അവിടെ 9 സീറ്റുകൾ UDF നേടി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അനിലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ആയേക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്ന കാര്യങ്ങളും. തിരുവല്ലാമല പഞ്ചായത്ത് മാത്രമാണ് BJPക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. പക്ഷേ BJPയുടെ വോട്ട് ഷെയറിൽ വലിയ വർധനമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പല പഞ്ചായത്തുകളിലും നിരവധി സീറ്റുകൾ BJPക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി, അതിനുശേഷം ഉണ്ടായ സംഘടനാ പ്രശ്നങ്ങൾ, അങ്ങനെ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് തുടക്കം മുതൽ തന്നെ പ്രചാരണ രംഗത്ത് മുന്നോട്ട് പോയത്. ഇടതുപക്ഷത്തിന് പല രീതിയിലുള്ള പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടി വന്നു. അതായത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ്, അതോടൊപ്പം സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിനെ കസ്റ്റഡി മർദ്ദനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു മത്സരത്തിൽ നേരിട്ടതെങ്കിൽ ഈ താഴേക്കിടയിലേക്ക്, അതായത് ഈ ഗ്രാമപഞ്ചായത്തുകളിൽ, ജില്ലാ പഞ്ചായത്തുകളിലും അത്ര വലിയ തിരിച്ചടി CPMന് ഉണ്ടായില്ല, ഇടതുപക്ഷത്തിന് ഉണ്ടായില്ല. പക്ഷേ പല പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഈ CPMും CPIയും തമ്മിലുള്ള തർക്കങ്ങൾ ഉൾപ്പെടെ പ്രശ്നങ്ങളായി. അതൊക്കെയാണ് തിരിച്ചടിയായത്. മാത്രമല്ല അതോടൊപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചൊരു തിരിച്ചുവരവിന്റെ സൂചന നൽകുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ
നിയമസഭാ മണ്ഡലം മാത്രമാണ് UDF നേടാൻ കഴിഞ്ഞത്. അത് ചാലക്കുടി മണ്ഡലം മാത്രമായിരുന്നു നേടാൻ കഴിഞ്ഞതെങ്കിൽ ഇത്തവണ സ്ഥിതി തിരിച്ചു വരുന്നു. അതായത് ചാലക്കുടി, ഇരിങ്ങാലക്കുട നഗരസഭകളിൽ ഭരണം നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റു നഗരസഭകളിലും മറ്റു പഞ്ചായത്തുകളിലും മികച്ച മത്സരം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞത് ആശ്വാസകരമാണ്. കാരണം അത്ര അധികമായി സംസ്ഥാനത്ത് മറ്റൊരു ജില്ലയിലും ഇല്ലാത്ത രീതിയിലുള്ള സംഘടനാ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന, കോൺഗ്രസിനെ സംബന്ധിച്ച് അലട്ടിയിരുന്ന ഒരു ജില്ല കൂടിയാണ്. അവിടെ ഈ തൃശ്ശൂർ നഗരസഭാ ഭരണം പിടിച്ചെടുത്തു ഉൾപ്പെടെയുള്ള വലിയ നേട്ടങ്ങൾ കോൺഗ്രസിനും UDF-ന് അവകാശപ്പെടാം. നഗരസഭകളുടെ കാര്യം നോക്കുമ്പോൾ ആശ്വാസകരമാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ ഉള്ളതുപോലെ ഒരു തിരിച്ചടി നഗരസഭകളുടെ കാര്യത്തിൽ LDF-ന് തൃശ്ശൂരിൽ ഉണ്ടായിട്ടില്ല എന്ന വിലയിരുത്തൽ ആവും ഉചിതം അല്ലേ? തീർച്ചയായും. കാരണം ആകെയുള്ള 15 നഗരസഭകളിൽ 10 7 നഗരസഭകളിൽ 5 LDF നേട്ടമുണ്ടാക്കി. 2 അതായത് കഴിഞ്ഞ തവണ ഇരിങ്ങാലക്കുട, ചാലക്കുടി നഗരസഭകളിൽ കോൺഗ്രസ് തന്നെയാ UDF-നായിരുന്നു ആധിപത്യമുണ്ടായിരുന്നു, UDF ഭരണമായിരുന്നു. ആ 2 നഗരസഭാ ഭരണം മാത്രം നിലനിർത്താൻ UDF-ന് കഴിഞ്ഞു. അതോടൊപ്പം തൃശ്ശൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിഞ്ഞതും UDF-നെ സംബന്ധിച്ച് വലിയ നേട്ടമായി തന്നെ അവർ അവകാശപ്പെടുന്നുണ്ട്. കാരണം അത്രയധികമായി സംഘടനാ തലത്തിൽ താഴേക്കിടയിൽ വളരെ ദുർബലമായിട്ടുള്ള സംഘടനാ സംവിധാനമാണ് തൃശ്ശൂരിലേത്. ഒരു കാലത്ത് K. കരുണാകരന്റെ കാലഘട്ടത്തിൽ കോൺഗ്രസിന് ഏറ്റവും അധികം സ്വാധീനമുണ്ടായിരുന്ന, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ ഏറ്റവും അധികം സ്വാധീനമുണ്ടായിരുന്ന ഒരു ജില്ലയായിരുന്നു തൃശ്ശൂരെങ്കിൽ കഴിഞ്ഞ ഒരു 10 വർഷ കാലയളവിനിടെ, അതായത് 2015 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് UDF-ന്റെ അടിത്തറ തന്നെ ഇളകിയത്. അതായത് BDJS-ന്റെ വരവ്, BJP പല മേഖലകളിലും ശക്തിപ്പെട്ടത്, അതോടുകൂടി അത് കോൺഗ്രസിന്റെ വോട്ടുകളിലാണ് വിള്ളൽ ഉണ്ടാക്കിയത്. ഇത്തവണ ആ ഒരു നില മെച്ചപ്പെടുത്താൻ, അതായത് കഴിഞ്ഞ 2 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെയും ഉണ്ടായ തിരിച്ചടിയിൽ നിന്നും പാഠം പഠിച്ചുകൊണ്ട് താഴേക്കിടയിൽ പ്രവർത്തകരെ ഏകോപിപ്പിക്കാൻ, ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം വലിയൊരു നേട്ടം സ്വന്തമാക്കാൻ കഴിഞ്ഞത്. അതായത് നഗരസഭകളുടെ കണക്കുകളല്ല, അതായത് ഭരണം പിടിച്ചതിന് അപ്പുറം ചില പഞ്ചായത്തുകളിൽ ഒരംഗം പോലും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് കോൺഗ്രസ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായെങ്കിൽ ഇത്തവണ വലിയ ശക്തമായ ഒരു മത്സരം, ഒരു ഇഞ്ചോടിഞ്ച് മത്സരം പല പഞ്ചായത്തുകളിലും നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്, UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BJP പല പഞ്ചായത്തുകളിലും BJP 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഒരു കൃത്യമായ കേവല ഭൂരിപക്ഷമില്ലാത്ത നിരവധി പഞ്ചായത്തുകളുണ്ട്. അതായത് BJP വലിയ നേട്ടമുണ്ടാക്കിയ പല പഞ്ചായത്തുകളിലും ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരു സാഹചര്യം പോലുമുണ്ട്. പക്ഷെ എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ്, അതായത് മധ്യ കേരളത്തിൽ ഒരു പരിധിവരെയും ഇടതുപക്ഷത്തിന് ആശ്വസിക്കാൻ കഴിയുന്നത് തൃശ്ശൂർ മാത്രമാണ്. മറ്റെല്ലാ ജില്ലകളും, അതായത് ഇടുക്കി, എറണാകുളം, കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വലിയ തിരിച്ചടി ഉണ്ടായപ്പോൾ തൃശ്ശൂരിൽ കാരണം തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെട്ടെങ്കിൽ പോലും പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളിലും താരതമ്യേന ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞത് CPM-നും ആശ്വാസമാണ്. തീർച്ചയായും ആ നിലയ്ക്ക് നോക്കുമ്പോൾ തൃശ്ശൂരാണ് ഒരു ആശ്വാസം നൽകുന്ന സ്ഥലം. ആകെയുള്ള 86 പഞ്ചായത്തുകളിൽ 44 പഞ്ചായത്തുകളിൽ മുന്നിലെത്താൻ കഴിഞ്ഞു. UDF അവിടെ 34 പഞ്ചായത്തിലാണുള്ളത്, NDA ഒരു പഞ്ചായത്തിൽ. ബ്ലോക്ക് പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ ആകെയുള്ള 16-ൽ 10 LDF, 5 UDF. ജില്ലാ പഞ്ചായത്ത് LDF-നാണ്. ഒപ്പം ആകെയുള്ള 7 മുനിസിപ്പാലിറ്റികളിൽ 5 LDF തന്നെ തുടരുന്നുണ്ട്, 2 UDF ഉള്ളത്. പക്ഷേ അവിടെ കോർപ്പറേഷനിൽ തിരിച്ചുവരവ്, വളരെ ശക്തമായൊരു തിരിച്ചുവരവ്. കാരണം കഴിഞ്ഞ തവണ കോൺഗ്രസ് വിമതനെ മേയറാക്കിക്കൊണ്ട് ഭരണം നടത്തേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു LDF-ന്. അതെല്ലാം മാറി വളരെ മികച്ച രീതിയിൽ ഇത്തവണ കോൺഗ്രസിന് അവിടെ മുന്നേറാൻ കഴിഞ്ഞു എന്നതാണ് ആശ്വാസകരം. ഇനി നമ്മൾ പോകുന്നത് മലപ്പുറത്തേക്കാണ്. മലപ്പുറം വലിയ രീതിയിലുള്ള അത്ഭുതങ്ങളൊന്നും സൃഷ്ടിച്ചില്ല. വളരെ മികച്ച പോരാട്ടം നടത്തി UDF അവിടെ ശക്തമായ പോരാട്ടം നടത്തി. ആ പോരാട്ടത്തിനുള്ള ഫലം കിട്ടി എന്ന് വേണം പറയാൻ. അനുമോദ്, അവിടെ ചെറിയ വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനും അപ്പുറത്ത് തിളക്കമാർന്നൊരു വിജയം നേടാൻ UDF-ന് കഴിഞ്ഞു. ലീഗിന് അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു പോരാട്ടം അവർ UDF-ന് വേണ്ടി നടത്തി. അങ്ങനെയല്ലേ മലപ്പുറത്തെ സ്ഥിതി? മലപ്പുറത്ത് ആധികാരികം, സമഗ്രം, സമ്പൂർണമായ ഒരു തൂത്തുവാരൽ അതാണ് UDF നടത്തിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലെ 33 ഡിവിഷനുകളിലും UDF ആണ് വിജയിച്ചത്. പ്രതിപക്ഷം പോലും ഇല്ലാതെയാണ് ഇവിടെ ജില്ലാ പഞ്ചായത്ത് UDF ഭരിക്കുന്നത്. ഒരിടത്ത് പോലും ഇടതുപക്ഷത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. ബ്ലോക്ക് പഞ്ചായത്തിൽ 15-ൽ 14 UDF വിജയം നേടി.
15ാമത്തെ, അതായത് പൊന്നാനി ബ്ലോക്കിൽ LDFന് ഒപ്പത്തിനൊപ്പമാണ്. അവിടെ ആര് ഭരിക്കുമെന്നത് ടോസിലൂടെയായിരിക്കും തീരുമാനിക്കുക. അവിടെയും LDFന് വിജയം നേടാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ നഗരസഭകളിലേക്ക് വരികയാണെങ്കിൽ 12-ൽ 11 UDF ആണ് വിജയം നേടിയിരിക്കുന്നത്. പൊന്നാനി നഗരസഭ നിലനിർത്താൻ കഴിഞ്ഞത് മാത്രമാണ് LDFനെ സംബന്ധിച്ച് ആശ്വാസമായിരിക്കുന്നത്. 30 വർഷത്തിന് ശേഷം പെരിന്തൽമണ്ണ നഗരസഭ വിജയം നേടാൻ കഴിഞ്ഞത് UDFനെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും, അതായത് കാലങ്ങളായി ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കുകോട്ടയായി കണക്കാക്കുന്ന പുലാമന്തോളും EMSന്റെ നിർമ്മിതരായ ഏലംകുളവും ഉൾപ്പെടുന്ന പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും അവിടെ UDF വിജയം നേടി. അതിനോടൊപ്പം തന്നെ നിലമ്പൂർ നഗരസഭയും LDFിൽ നിന്നും തിരിച്ചുപിടിക്കാൻ UDFന് സാധിച്ചു എന്നതും UDFനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 3 ഇടങ്ങളിൽ മാത്രമാണ് LDFന് പഞ്ചായത്തുകളിൽ വിജയം നേടാൻ സാധിച്ചിട്ടുള്ളത്. 94-ൽ 90 ഇടങ്ങളിലും UDF ആണ്. നിറമരുതൂർ, വാഴയൂർ, വെളിയങ്കോട് എന്നിവിടങ്ങളിൽ മാത്രമാണ് LDFന്റെ വിജയം. ഈ 3ഉം പിടിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ ലീഗും കോൺഗ്രസും പരസ്പരം മത്സരിച്ച പൊന്മുണ്ടത്ത് ജനകീയ മുന്നണിക്കാണ് വിജയം ലഭിച്ചിരിക്കുന്നത്. അവിടെ ലീഗിനെ കോൺഗ്രസും ഇടതുപക്ഷവും ഒന്നിച്ചുള്ള ജനകീയ മുന്നണി തോൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇവിടെ 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പ്രതിപക്ഷമില്ല UDFന് എന്നുള്ളതാണ്. അരീക്കോട്, കാളികാവ്, കുറ്റിപ്പുറം, മലപ്പുറം, വേങ്ങര, നിലമ്പൂർ ബ്ലോക്ക് ഡിവിഷനുകളിൽ പ്രതിപക്ഷമില്ലാതെ ഭരിക്കേണ്ട ഒരു സാഹചര്യമാണ് UDFിനുള്ളത്. അവിടെ ഒരിടത്ത് പോലും ഇടതുപക്ഷത്തിന് വിജയം നേടാൻ കഴിഞ്ഞില്ല. അങ്ങനെ നോക്കുമ്പോൾ സമഗ്രമായിട്ടുള്ള UDFിൻ്റെ ഒരു വിജയം തന്നെയാണ് മലപ്പുറം ജില്ലയിൽ പൂർണ്ണമായിട്ടും കാണുന്നത്. പൊന്നാനി നിയോജക മണ്ഡലത്തിൻ്റെ കണക്കിൽ നോക്കുകയാണെങ്കിൽ പൊന്നാനി മാത്രമാണ് 3 ഇടങ്ങളിൽ അല്ലെങ്കിൽ വിജയം നേടാൻ LDFന് സാധിച്ചുള്ളത്. മറ്റെല്ലായിടത്തും പൂർണ്ണമായിട്ടും LDF പരാജയപ്പെട്ടു. UDFിൻ്റെ സമഗ്രാധിപത്യം, മുസ്ലിം ലീഗിൻ്റെ സമഗ്രാധിപത്യം തന്നെയാണ് മലപ്പുറം ജില്ലയിലെ ഈ തദ്ദേശ ഭരണത്തിൻ്റെ കാണുന്നത്. ഇതിൻ്റെ കാര്യങ്ങളുമൊക്കെ LDFിനെ സംബന്ധിച്ച് ഒട്ടേറെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് 3 മാസം അപ്പുറം മാത്രം നിൽക്കെ ഇത്രയും ആഴത്തിലുള്ള ഒരു തോൽവി എങ്ങനെ സംഭവിച്ചു എന്നത് LDFിൻ്റെ തന്നെ അടിത്തറ ഇളക്കുന്ന സാഹചര്യമാണ് ജില്ലയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ശരി, അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ MS അനീഷ് കുമാർ കോഴിക്കോട്ടെ വിവരങ്ങളുമായി ചേർന്നു. അനീഷ്, കോഴിക്കോട് കോർപ്പറേഷനിലെ ഇടത് കോട്ടയുടെ തറ ഇളകി എന്ന് പറയാവുന്ന തരത്തിൽ ഇത്രയും വർഷമായി, അരനൂറ്റാണ്ട് കാലത്തോളം ഇടതുപക്ഷം ഭരണം നടത്തിയ ഒരു സ്ഥലമാണ്. അവിടെ LDF വലിയ ഒറ്റകക്ഷിയായെങ്കിലും വലിയ ക്ഷീണം സംഭവിച്ചിരിക്കുകയാണ്. മറ്റിടങ്ങളിലെ സ്ഥിതി എന്താണ്? ശ്രീജ, ഏത് വലിയ കാറ്റ് അല്ലെങ്കിൽ ഏത് വലിയ തരംഗമുണ്ടായാലും അത് ബാധിക്കാത്ത ഒരു ജില്ലയായി ചുവപ്പ് കോട്ടയായി നിലനിന്ന സ്ഥലമാണ് കോഴിക്കോട്. കോഴിക്കോട്ടെ ചുവപ്പ് കോട്ടയ്ക്ക് വിള്ളൽ വന്നിരിക്കുന്നു എന്നത് തന്നെയാണ്. കഴിഞ്ഞ തവണ CPMന് മാത്രം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു കോർപ്പറേഷനിൽ ഇത്തവണ കേവലം 35 സീറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത്. 4 സീറ്റ് കൂടി വേണം ഒറ്റയ്ക്ക് ഭരിക്കാൻ പോലും എന്ന ഒരു സാഹചര്യം. പക്ഷേ ഒറ്റകക്ഷി എന്ന നിലയിൽ CPMന് ഭരിക്കാൻ കഴിയും. കാരണം 28 സീറ്റുള്ള കോൺഗ്രസും 13 സീറ്റുള്ള BJPയും തമ്മിൽ എന്തായാലും സഖ്യം ചേരാൻ ഇല്ല എന്ന് ഇതിനകം തന്നെ നേതാക്കൾ പ്രഖ്യാപിച്ച ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അനായാസമായി കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല. അവരുടെ ഡെപ്യൂട്ടി മേയറായ അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വെച്ച CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുസാഫിർ അഹമ്മദ് മീഞ്ചന്ത് ഡിവിഷനിൽ തോറ്റിരിക്കുന്നു. ഒപ്പം ബീന ഫിലിപ്പ് അവരുടെ മേയർ സ്ഥാനാർത്ഥിയായി ജയിച്ചു വന്ന ഒറ്റമ്മൽ വാർഡിൽ NK പ്രേമജം പോലുള്ള വലിയ വലിയ ആളുകൾ 10-30 വർഷത്തിലധികമായി ജയിച്ചു വന്നിരുന്ന സീറ്റിൽ നിന്നും BJPയുടെ സ്ഥാനാർത്ഥി ജയിച്ചു വന്നിരിക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ പലയിടത്തും BJPയുടെ ഒരു കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുമാണ്. എന്തായാലും കോർപ്പറേഷന്റെ ചിത്രം ഇങ്ങനെയാണെങ്കിൽ തിരിച്ച് ഈ പഞ്ചായത്തുകൾ പരിശോധിച്ചാലും 70 പഞ്ചായത്തുകളിൽ ഏതാണ്ട് 40 പഞ്ചായത്തിലും UDF ഭരണത്തിൽ വരാൻ പോകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നേരത്തെ ഇതിൽ നേർപകുതിയിൽ താഴെ പഞ്ചായത്തുകളിൽ മാത്രമാണ് UDF ഭരിച്ചിരുന്നത്. ഇതിൽ CPMന്റെ പരമ്പരാഗത കോട്ടകളായ പേരാമ്പ്രയും ബാലുശ്ശേരിയും അടക്കമുള്ള ഒരുപാട് പഞ്ചായത്തുകളുണ്ട്. ഏതാണ്ട് 25 വർഷത്തിലധികമായി CPM മാത്രം ഭരിച്ചിരുന്ന അഴിയൂർ പോലെയുള്ള പഞ്ചായത്തുകൾ, ചേമഞ്ചേരി പോലെയുള്ള പഞ്ചായത്തുകളൊക്കെ CPMനെ കൈവിട്ടിരിക്കുന്ന സാഹചര്യം. ഒപ്പം രൂപീകരിച്ച ശേഷം ഒരിക്കൽ പോലും കോൺഗ്രസിനോ UDFിനോ ഭരിക്കാൻ പറ്റാത്ത കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ 15 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ 15-13 LDFിന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ 15 സീറ്റുകളുടെ പിൻബലത്തിൽ UDF ഭരിക്കാൻ പോകുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മാത്രമാണ് CPMന് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അവിടെ 10-2 10 ഇടങ്ങളിൽ CPMന് ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം
സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നഗരസഭകളിലും കഴിഞ്ഞ തവണത്തെ അതേ സ്ഥിതി ഏതാണ്ട് നിലനിൽക്കുന്ന സാഹചര്യം 4-3 വെച്ചാണ് ലഭിച്ചിരിക്കുന്നത്. 4 UDF-ഉം 3 LDF-ഉം ഭരിക്കും. കോർപ്പറേഷൻ കൂട്ടിയാൽ കോർപ്പറേഷൻ നഗരസഭ എന്നിവയിൽ 4-4 എന്ന രീതിയിലേക്ക് പോകും. എന്തായാലും താരതമ്യേന പിടിച്ചു നിന്നു എന്ന് തോന്നാമെങ്കിൽ പോലും വലിയ പരുക്കാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് CPM-ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും CPM-ന്റെ ജില്ലാ നേതൃത്വം പോലും പ്രതികരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. എന്താണ് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ചൊരു പിടിയും കിട്ടാത്ത അവസ്ഥയിലാണ്. കോഴിക്കോട് കോർപ്പറേഷൻ ഇത്ര ദയനീയമായ പരാജയം ഒരിക്കൽ പോലും CPM-ഓ കോൺഗ്രസോ പോലും ഇത്ര വലിയ വിജയം നേടുമെന്ന് പ്രതീക്ഷിക്കാത്തയിടത്താണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഏറ്റവും അധികം CPM-ന് പരിക്ക് പറ്റിയ ജില്ലകളിലൊന്ന് കോഴിക്കോട് കൂടിയാണ്. ശ്രീജ. അനീഷ്, അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പക്ഷേ കോഴിക്കോട് പ്രതീക്ഷിച്ച വിഷയങ്ങളൊന്നും അല്ല തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ മുന്നിൽ വിഷയമായത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഒരു സംഭവം അവിടെ NDAക്ക് ഉണ്ടായ ഒരു വളർച്ചയാണ്. NDAക്ക് കാര്യമായ രീതിയിൽ തന്നെ വോട്ട് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്, സീറ്റുകളുടെ എണ്ണം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ ശബരിമല സ്വർണ്ണ കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സാധാരണഗതിയിൽ അത് മധ്യ കേരളത്തെയാണ് വലിയ രീതിയിൽ സ്വാധീനിക്കാറുള്ളതെങ്കിൽ ഇത്തവണ അത് കോഴിക്കോട് അതൊരു ചർച്ചയായി എന്ന് വേണ്ടേ നമ്മൾ ഈ ഫലത്തിൽ നിന്ന് വിലയിരുത്താൻ? അങ്ങനെ കരുതാൻ കഴിയില്ല. കാരണം ശ്രീജ, ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ ഈ വാർഡുകളുടെ പുനർവിഭജനം അത് വലിയ തിരിച്ചടിയായി മാറും, അല്ലെങ്കിൽ BJPക്ക് അനുകൂലമാകും എന്ന ഒരു രീതിയിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. കാരണം ഈ ചാലപ്പുറം ഡിവിഷൻ എന്ന CMBക്ക് നൽകിയതിനെ തുടർന്ന് വലിയ വിവാദങ്ങൾ ഉയർന്ന ഒരു ഡിവിഷനാണ്. അത് വിഭജിച്ചു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായും BJPക്ക് അനുകൂലമായ ഒരു വാർഡായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്ന സീറ്റാണ്. അത് ഏതാണ്ട് BJPക്ക് അനുകൂലമായി മാറുകയും അവിടെ BJP ജയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പുവരികയും ചെയ്തു. ഒപ്പം മുൻ മേയർ ബീന ഫിലിപ്പ് മത്സരിച്ചിരുന്ന പൊറ്റമൽ വാർഡ് കഴിഞ്ഞ തവണ പുതിയറ വാർഡിൽ നിന്ന് ജയിച്ച യുവ നേതാവായ റിനീഷ് മത്സരിച്ച വാർഡാണ്. അതും വിഭജനം നടത്തിയപ്പോൾ പുതിയറയിൽ നിന്നുള്ള കുറെ ഭാഗങ്ങൾ പൊറ്റമലിലേക്ക് പോവുകയും ഈ പുതിയറയിലേക്ക് മറ്റു ചില ഭാഗങ്ങൾ വരികയും ചെയ്തു. അങ്ങനെ ആ 2 സീറ്റും ഫലത്തിൽ ഈ BJPക്ക് നിലനിർത്താൻ കഴിയുന്ന അവസ്ഥയിലേക്ക് വന്നു. ചക്രവർത്തികുളവും വെസ്റ്റ് ഹില്ലും ഒപ്പം കാരപ്പുറം അടക്കമുള്ള മറ്റിടങ്ങൾ, അതായത് BJPക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ കൂടുതൽ ഭാഗങ്ങൾ ചേർത്തപ്പോൾ അവിടങ്ങളിൽ കൂടി BJPക്ക് സ്വാധീനമുള്ള ഒരു രീതിയിലേക്ക് വരികയും അത് കൂടുതൽ അനുകൂലമാവുകയും ചെയ്തു. നേരത്തെ തന്നെ കോൺഗ്രസ് ഇക്കാര്യം ആരോപണം ഉന്നയിച്ചതാണ്. കാരണം BJPയെ സഹായിക്കുന്ന രീതിയിൽ CPM വാർഡ് വിഭജനം നടത്തുന്നു, അത് കോൺഗ്രസിന്റെ വളർച്ചയെ തടയാൻ വേണ്ടിയാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ കോൺഗ്രസിന്റെ വളർച്ച തടയുകയല്ല ഉണ്ടായത്, CPM-ൽ വലിയ ചോർച്ച ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ CPM-ൽ നിന്ന് ആ വാർഡുകൾ നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ് ചെയ്തത്. എന്തായാലും അങ്ങനെയാണ് 7-ൽ നിന്നും 13-ലേക്ക് BJPയുടെ വാർഡുകൾ വർദ്ധിച്ചു വന്നിരിക്കുന്നത്. അത്തരം മേഖലകളിൽ ഈ നേരത്തെ തന്നെ ആരോപണം വരുന്ന BJP നേട്ടമുണ്ടാകുമെന്ന് കരുതിയിരുന്ന വാർഡുകൾ തന്നെയാണ് ഇത്തവണ BJPക്ക് വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു മാറ്റം തന്നെയാണ് BJPക്ക് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ജില്ലയുടെ മറ്റ് മേഖലകളിൽ പരിശോധിച്ചാൽ ഈ സമാനമായ രീതിയിലുള്ള ഒരു വലിയ വളർച്ച BJPക്ക് രേഖപ്പെടുത്തി പറയാൻ കഴിയില്ല. ഗ്രാമപഞ്ചായത്തുകളടക്കം അതിഭീകരമായ മുന്നേറ്റം ഒരിടത്തും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും BJPക്ക് ഏറ്റവും വലിയ നേട്ടം ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽ തന്നെയാണ്. ശ്രീജ. ഒപ്പം ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കാനായത് UDF-നെ സംബന്ധിച്ച് എത്രയോ കാലമായി MLA പോലും ഇല്ലാത്ത ഒരു മണ്ഡലം എന്ന നിലയ്ക്ക് അവിടെ ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാനായത് എത്രത്തോളം UDF-ന് വലിയ ഒരു നേട്ടമായി ഉയർത്തി പറയാൻ പറ്റും? തീർച്ചയായും അത് ഈ UDF ഏറ്റവും അധികം സന്തോഷിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഈ ജില്ലാ പഞ്ചായത്തിലെ ഒരു നേട്ടം തന്നെയാണ്. കാരണം ഈ CPM-ന് വലിയ അപ്രമാദിത്വമുള്ള ഒരു ജില്ലാ പഞ്ചായത്തായിരുന്നു കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്. പ്രത്യേകിച്ചും വടകര പോലെയുള്ള ഇടങ്ങൾ, അല്ലെങ്കിൽ കുറ്റ്യാടി പോലെയുള്ള ഇടങ്ങൾ, കോഴിക്കോട് നഗരത്തിനോട് ചേർന്ന് വരുന്ന പഞ്ചായത്ത് പ്രദേശങ്ങൾ, അവിടെ നിന്നൊക്കെ വലിയ തോതിലുള്ള ഒരു വോട്ട് വിഹിതം LDF-ന് ലഭിച്ചുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് ഒരിക്കൽ പോലും UDF-ന് ഭരിക്കാൻ കഴിയാത്ത ജില്ലാ പഞ്ചായത്ത്, ഒരുപക്ഷെ ഇന്ന് ഷാഫി പറമ്പിലും ഒപ്പം DC പ്രസിഡന്റ് പ്രവീൺ കുമാറൊക്കെ പറഞ്ഞപ്പോൾ പോലും അവർക്ക് ഏറ്റവും ആഹ്ലാദം പകരുന്നത് ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതാണ്. കാരണം ഒരിക്കൽ പോലും അവർക്ക് ജില്ലാ പഞ്ചായത്തിൽ ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഷാഫി പറമ്പലിന്റെ വിവാദമൊക്കെ ഉണ്ടായ പേരാമ്പ്ര മണ്ഡലത്തിന് കീഴിലുള്ള, അതായത് TP രാമകൃഷ്ണൻ MLA ആയ മണ്ഡലത്തിന് കീഴിലുള്ള ചക്കിട്ടപ്പാറ അടക്കമുള്ള പേരാമ്പ്ര, ഒപ്പം ബാലുശ്ശേരിയിലൊക്കെ ഒരിക്കൽ പോലും UDF-ന് തൊട്ടുനോക്കാൻ പോലും കഴിയാത്ത ഇടം ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഒപ്പം 1-2 അംഗങ്ങൾ മാത്രം
ഭൂരിപക്ഷമുള്ള ചില പഞ്ചായത്തുകളുണ്ട്. അവിടെയൊക്കെ 6 or 7 അംഗങ്ങളായി അവരുടെ അംഗബലം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് ഈ ജില്ലാ പഞ്ചായത്തിലെ വിജയം വലിയ ഊർജ്ജമായി മാറുന്നുണ്ട്. കാരണം അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ നിയമസഭയുടെ ഭാഗതയെ നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് നാട് നീങ്ങാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി തന്നെയാണ് ഒരു മിനി MLA എന്നാണ് ജില്ലാ പഞ്ചായത്ത് അംഗത്തെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. അത്തരം കളക്റ്റീവായ വോട്ടുകൾ നേടാൻ കഴിയുന്നു എന്നത് പ്രത്യേകിച്ചും ഈ നാദാപുരം പോലുള്ള ഡിവിഷനുകളിലൊക്കെ വലിയ ഭൂരിപക്ഷത്തിനാണ് UDF ജയിച്ചിരിക്കുന്നത്. ഒപ്പം വടകരയുടെ കീഴിൽ വരുന്ന ഇടങ്ങൾ, കൊയിലാണ്ടി പോലുള്ള ഇടങ്ങൾ, അവിടെയൊക്കെ വലിയ ഭൂരിപക്ഷത്തിനാണ് UDF ജയിച്ചിരിക്കുന്നത്. അത് വലിയ ആവേശം തന്നെ പകർന്നു. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ എത്തിയപ്പോൾ ഒരു വലിയ ആവേശം ആ മേഖലകളിൽ, പ്രത്യേകിച്ചും കിഴക്കൻ മേഖലകളിലും വടകരയോട് ചേർന്ന ഇടങ്ങളിലും പ്രകടമായിരുന്നു. റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് ഷൈല ടീച്ചറെ അന്ന് ഷാഫി പറമ്പിൽ തോൽപ്പിച്ചത്. അത്തരം മേഖലകളിൽ ഇപ്പോഴും ആ വിജയത്തിന്റെ തുടർച്ച ഉണ്ടാവുന്നു. ജില്ലാ പഞ്ചായത്ത് സീറ്റുകളൊക്കെ ആ മേഖലകളിൽ നിന്ന് പൂർണ്ണമായി UDFിലേക്ക് വരുന്ന സാഹചര്യം. ഒപ്പം പഞ്ചായത്തുകൾ, ഒരിക്കൽ പോലും UDFിനൊപ്പം നിൽക്കാത്ത പഞ്ചായത്തുകളും, അഴിയൂരും ചേമഞ്ചേരിയും പോലുള്ള പല പഞ്ചായത്തുകളും LDFിൽ നിന്നും UDFിലേക്ക് വരുന്നതും, പേരാമ്പ്ര മേഖലയിൽ ഏതാണ്ട് വർഷങ്ങളായി തന്നെ CPM കൈയടക്കി വെച്ച പഞ്ചായത്തുകൾ വരുന്നതൊക്കെ വലിയ ആവേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ കൂടെ മറ്റു ചില ഘടകങ്ങൾ കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ വെൽഫെയർ പാർട്ടിയുമായുള്ള സഖ്യത്തെക്കുറിച്ചൊക്കെ ആദ്യം ജില്ലാ കോൺഗ്രസ് നേതൃത്വമൊക്കെ അല്പസ്വല്പം ഒഴിവുകൾ പറഞ്ഞെങ്കിൽ പോലും പിന്നീട് സഖ്യം വളരെ ശക്തമായി മുന്നോട്ട് പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ K. മുരളീധരൻ കോൺഗ്രസ് നേതാവ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇന്ന് വെൽഫെയർ പാർട്ടി ഔദ്യോഗികമായി തന്നെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ തങ്ങൾ തമ്മിൽ സഖ്യമുണ്ടായിരുന്നു. തങ്ങളെ UDF സഹായിച്ചിട്ടുണ്ട്, UDFിന്റെ സ്ഥാനാർത്ഥികളെ തങ്ങളും സഹായിച്ചിട്ടുണ്ട്. ആ പങ്കാളിത്തം വലിയ തോതിൽ ഗുണം ചെയ്തു എന്ന് വെൽഫെയർ പാർട്ടി സ്ഥിരീകരിക്കുന്ന അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ നീങ്ങി. ഒപ്പം വെൽഫെയർ പാർട്ടിയെയും UDFിനെയും ചേർത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ഉന്നയിച്ച ആരോപണങ്ങൾ, ആ ചർച്ചകൾ വലിയൊരു അളവ് വരെ UDFിനെ സഹായിക്കുന്ന രീതിയാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും ഈ വടക്കൻ കേരളത്തിലെ വോട്ടുകളെ അത് വളരെ കാര്യമായി തന്നെ ബാധിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും പുതിയ ചർച്ചകളിലേക്ക് വഴിതിരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതകൾ കൂടിയുണ്ട്. കാരണം മുന്നണി പ്രവേശന സാധ്യതകൾ തങ്ങൾ തള്ളുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിയോടൊപ്പം ചേരണമെന്ന ഒരു ആഗ്രഹത്തിലേക്ക് തങ്ങളും നീങ്ങുന്നു എന്നൊക്കെ വെൽഫെയർ പാർട്ടി പറയുകയും ചെയ്യുന്നു. എന്തായാലും അത്തരം ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് പൂർണ്ണമായ ഏകീകരണം ഈ തെരഞ്ഞെടുപ്പിൽ നടന്നു എന്ന് തന്നെയാണ് നമുക്ക് ഫലത്തിൽ നിന്നും മനസ്സിലാവുന്നത്. അത്തരം ഒരു വലിയ ഒഴുക്കിൽ കോഴിക്കോടിനും ഇത്തവണ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഷീജ. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കാസർഗോഡ് നിന്നുള്ള വിവരങ്ങളുമായി KV ബൈജു ചേർന്നു. ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടി നേരിട്ടപ്പോൾ അല്പം ആശ്വാസമാവുന്നത് കാസർഗോഡ് ജില്ലയിലെ പ്രകടനം തന്നെയാണ്. ജില്ലാ പഞ്ചായത്തും നഗരസഭകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഭരണം നിലനിർത്താനായത് ആശ്വാസമായി. അതേസമയം ഗ്രാമപഞ്ചായത്തുകളിൽ UDFിന് വൻ മുന്നേറ്റമുണ്ടാക്കാനായി. BJPക്ക് ജില്ലയിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ ആയില്ല. KV ബൈജു വിവരങ്ങൾ നൽകും. ബൈജു, ഈ മറ്റിടത്തൊക്കെയുള്ള വലിയ ക്ഷീണങ്ങളിൽ അല്പമെങ്കിലും ആശ്വസിക്കാൻ വടക്കേ അറ്റത്തേക്ക് പോകണമെന്നതാണ് സ്ഥിതി. അവിടെ ശ്രദ്ധിക്കേണ്ടത് LDF വലിയ ക്ഷീണമുണ്ടാവാതെ നിന്നു. പക്ഷേ BJP NDA വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. ആ പ്രതീക്ഷ അവിടെ വിലപ്പോയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തേണ്ടത്? തീർച്ചയായും ശ്രീജ, അങ്ങേയറ്റം വാശിയേറിയ പോരാട്ടം നടന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. നമുക്കറിയാം BJP, അതായത് BJP ശക്തമായ സാന്നിധ്യമുള്ള ഒരു ജില്ലയാണ്. അത്തരത്തിൽ ത്രികോണ മത്സരം പല ഇടങ്ങളിലും ഉണ്ടായ ജില്ലയാണ്. ഇവിടെ സംസ്ഥാനത്ത് ഇടതുമുന്നണിക്ക് വലിയ തോതിൽ കാലിടേറിയപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ആശ്വസിക്കാൻ വകയുണ്ടായി. കാരണം 3 നഗരസഭകളാണുള്ളത്, നീലേശ്വരവും കാഞ്ഞങ്ങാടും കാസർഗോഡും. ഇതിൽ നീലേശ്വരവും കാഞ്ഞങ്ങാടും നിലനിർത്താനായി. അതോടൊപ്പം ഏറ്റവും പ്രധാനം ജില്ലാ പഞ്ചായത്ത് തന്നെയാണ്. അഭിമാന പോരാട്ടം നടന്ന ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റിന് വിജയിച്ചിരിക്കുന്നു. വിജയിക്കാനായി ഭരണം തുടരാനായി 10 വർഷമായി ഇടതിന്റെ കയ്യിലുള്ള ഒരു ജില്ലാ പഞ്ചായത്താണ്. അത് ഒരു പക്ഷേ ഇത്തവണ കൈവിട്ടേക്കും, UDF പിടിച്ചെടുക്കും എന്ന രീതിയിൽ വലിയ തോതിൽ ശക്തമായ പ്രവർത്തനമൊക്കെ നടന്നതാണ്. അത് നിലനിർത്താനായത് വലിയ ആശ്വാസമായി. അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 6ൽ 4 കഴിഞ്ഞ തവണ ഉണ്ടായ അതേ സമാനമായ രീതിയിൽ 4 LDF നിലനിർത്താനായി. 2 മാത്രമാണ് UDFിന് കിട്ടിയത്. അത് കാസർഗോഡും മഞ്ചേശ്വരത്തുമാണ്. അത് കഴിഞ്ഞ തവണയും അതേ രീതിയിൽ തന്നെയായിരുന്നു. കാസർഗോഡ് ബ്ലോക്കിൽ ഇടതിന് ഒരു സീറ്റ് പോലുമില്ല. ഇതുവരെ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല എന്നതും വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഈ കാസർഗോഡ് നഗരസഭയിൽ ഇത്തവണ 2 സീറ്റാണ് LDFിന് കിട്ടിയത്. കഴിഞ്ഞ തവണ 1 സീറ്റായിരുന്നു. അവിടെ NDAക്ക് സീറ്റ് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ വലിയ തോതിൽ ഇത്തവണ UDFിന് കൂടുതൽ, അതായത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് കൂടുതൽ ആളുകൾ സീറ്റുകളിൽ വിജയിക്കാനായി എന്നതും വലിയ നേട്ടമായി. പക്ഷേ ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിതി അതല്ല. ഇടതുപക്ഷ
ആഘോഷത്തിന് കാലിടറി എന്ന് തന്നെ പറയേണ്ടി വരും. 38 ഗ്രാമപഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ 19 ആയിരുന്നെങ്കിൽ ഇത്തവണ 13 മാത്രമേ ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. 18 ഇത്തവണ UDF ജയിക്കാനായി. അതോടൊപ്പം NDAക്ക് വലിയ നേട്ടങ്ങളില്ലെങ്കിലും അവരുടെ 3 എന്ന് പറയുന്ന അത് നിലനിർത്താനായി എന്നതാണ്. പടന്ന പോലുള്ള UDF വലിയ കോട്ട, അവിടെ 10 വർഷമായി പടന്ന പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. അത് LDF ഇത്തവണ പിടിച്ചെടുത്തു എന്നത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം വലിയ പറമ്പ് UDF വലിയ കോട്ട, മുസ്ലിം ലീഗിന്റെ വലിയ കോട്ടയുള്ള സ്ഥലമാണ്. അത് LDF പിടിച്ചെടുക്കാനായി. ഇങ്ങനെ പലതരത്തിലുള്ള കൗതുകങ്ങൾ കാസർഗോഡ് ജില്ലയിൽ കാണാം. തൃക്കരിപ്പൂറും ചെറുവത്തൂറും ശക്തി കേന്ദ്രങ്ങളിലൊക്കെ അല്പം വോട്ട് ഇത്തരത്തിൽ കുറയുന്നതും കാണാം, സീറ്റ് കുറയുന്നതും കാണാം. എന്തായാലും നീലേശ്വരം നഗരസഭയിൽ വലിയ വിജയം ഇത്തവണ ഉണ്ടായി. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടാനായി. തെയ്യം കലാകാരൻ അഞ്ഞൂറ്റൻ ബാബു ഒക്കെ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു LDF. അങ്ങനെ വലിയ തോതിൽ പരുക്കില്ലാതെ കാസർഗോഡ് ജില്ലയിൽ ഇടതുമുന്നണിക്ക് കരകയറാൻ സാധിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. വലിയ ക്ഷീണമില്ലാതെ ഗ്രാമപഞ്ചായത്തുകൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ തോതിൽ കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ പ്രധാന മത്സരം, ഏറ്റവും ഗ്ലാമർ മത്സരം നടന്ന അത് കാഞ്ഞങ്ങാട് നഗരസഭ, അതോടൊപ്പം ജില്ലാ പഞ്ചായത്ത്. ഇത് രണ്ടും നിലനിർത്താനായി അതൊരു സീറ്റ്, ഈ ജില്ലാ പഞ്ചായത്തിലും ഒരു സീറ്റ് ആണ്. 9 LDF, 8 UDF, 3 BJP. അങ്ങനെയാണ്. ഒരു സീറ്റിനാണ് അവിടെ ഭരണം നിലനിർത്താനായത്. എന്തായാലും വലിയ പോരാട്ടം നടന്നത് ഇഞ്ചോടിഞ്ച് മത്സരമായിരുന്നു. ഒരു ഘട്ടത്തിൽ LDF വളരെ പിറകിലോട്ട് പോകുന്ന സാഹചര്യം ജില്ലാ പഞ്ചായത്തിലുണ്ടായിരുന്നു. പക്ഷേ ഫോട്ടോ ഫിനിഷിൽ LDF വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും ഇവിടെ 2 ഡിവിഷനുകളിൽ റീകൗണ്ടിങ്ങിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊന്ന് പുത്തികയും ബേക്കലവുമാണ്. ബേക്കലത്ത് LDF ആണ് ജയിച്ചതെങ്കിൽ പുത്തികയിൽ UDF ആണ് വിജയിച്ചിട്ടുള്ളത്. ഏതായാലും അത് വലിയ തോതിൽ ബാധിക്കാൻ സാധ്യതയില്ലെങ്കിൽ റീകൗണ്ട് ഏതായാലും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട്. എന്തായാലും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം NDA വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തിയ ഒരു ജില്ലയാണ്. മഞ്ചേശ്വരത്തും അതുപോലെ തന്നെ കാസർഗോട്ടും കൂടുതൽ പഞ്ചായത്തുകൾ പിടിച്ചെടുക്കാനാകും, അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിലൊക്കെ കൃത്യമായി കൂടുതൽ പിടിച്ചെടുക്കാൻ കഴിയുമെന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ആ രീതിയിലുള്ള ഒരു പ്രകടനം കാണാൻ സാധിച്ചിട്ടില്ല. വലിയ തോതിൽ പഞ്ചായത്തുകളിലൊന്നും അത്തരത്തിൽ പ്രകടനം സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പല സ്ഥലങ്ങളിലും 4ഓളം സ്ഥലങ്ങളിൽ ടൈ ഉണ്ട്. അത് ഇനി ആരാണ് അവിടെ, ആരുടെ പിന്തുണയോടെയാണ് ഇനി ഭരണം വരുന്നതൊക്കെ കണ്ടറിയേണ്ടി വരും. കാരണം കഴിഞ്ഞ തവണ BJPയെ ഭരണത്തിലേറാതിരിക്കാൻ LDFും UDFും ഒരുമിച്ച് നിന്ന് ഭരണം ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇനി അത്തരം നാടകീയ രംഗങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകും. നാളെ മറ്റന്നാളൊക്കെ ഉണ്ടാകും. അത്തരം ചർച്ചകളൊക്കെ നടക്കുന്നു. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ഒരല്പം ആശ്വാസം ഇടതുമുന്നണിക്ക് കാസർഗോഡ് ജില്ലയിൽ നിന്ന് പറയേണ്ടി വരും. ശ്രീജ. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ കൊല്ലത്തെ കണക്കുകൾ നോക്കുകയാണ്. സാധാരണഗതിയിൽ കൊല്ലവും എപ്പോഴും പറയാറുള്ളത് അത് ഏത് കൊടുങ്കാറ്റിലും ഉലയാത്ത ഒരു ചുവപ്പ് കോട്ട എന്നാണ്. പക്ഷേ കൊല്ലം കോർപ്പറേഷനിലേക്ക് വന്നാൽ ഞെട്ടിക്കുന്ന ഒരു ഫലമാണ് അവിടെ ഉണ്ടായത്. മുഴുവൻ കൗൺസിലർമാരെയും മാറ്റി പുതുമുഖങ്ങളെയൊക്കെ ഇറക്കിയാണ് ഇത്തവണ ഇലക്ഷനിലേക്ക് CPM പോയത്, LDF പോയത്. പക്ഷേ ആ കൊല്ലത്ത് കനത്ത തിരിച്ചടി, കോർപ്പറേഷനിൽ പോളിംഗിൽ വലിയ കുറവുണ്ടായിരുന്നു. ഇപ്പോൾ ഫലം വരുമ്പോൾ കൊല്ലം കോർപ്പറേഷൻ വലിയ ഇടവേളയ്ക്ക് ശേഷം UDF തിരിച്ചുപിടിക്കുന്നു. 25 വർഷത്തിന് ശേഷം UDFന്റെ തിരിച്ചുവരവ്. വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, ബാക്കിയുള്ളിടത്ത് വലിയ ക്ഷീണമില്ല എന്ന് പറഞ്ഞാലും കൊല്ലം കോർപ്പറേഷനിലെ ഈ തിരിച്ചടി ചെറുതല്ല. LDFനെ സംബന്ധിച്ച് ഹണി ബെഞ്ചമിൻ അടക്കം പരാജയപ്പെട്ടത് അണികൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ പാർട്ടി കുറച്ച് കഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. വിനീഷിലേക്ക് മടങ്ങിയെത്താം. കൊല്ലം കോർപ്പറേഷനിൽ 25 വർഷത്തിന് ശേഷമാണ് UDF തിരിച്ചു വരുന്നത്. ആകെയുള്ള 56 വാർഡുകളിലാണ് 56 വാർഡുകളിൽ 27 അവസാനം കണക്കുകൾ അനുസരിച്ച് നോക്കുമ്പോൾ അവസാനത്തെ കണക്കുകൾ പ്രകാരം ആകെയുള്ള 56 വാർഡുകളിൽ 27 UDF, 16 LDF, 12 NDA. അതാണ് കൊല്ലം കോർപ്പറേഷൻ്റെ കണക്കുകൾ പറയുന്നത്. ഗ്രാമപഞ്ചായത്തുകളിൽ നോക്കിയാൽ ഒപ്പത്തിനൊപ്പമാണ് LDFും UDFും ഉള്ളത്. LDF തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന കണക്കനുസരിച്ച് 33 പഞ്ചായത്തുകളിൽ LDFും 32 പഞ്ചായത്തുകളിൽ UDFും ഒരിടത്ത് ടൈ, ഒപ്പം 2 NDA. ഇങ്ങനെയാണ് കണക്കുകൾ. വിനീഷുണ്ട്. വിനീഷ്, ഞാൻ നേരത്തെ ചോദിച്ചത് ഒരിക്കലും ഇളകാത്ത കോട്ടയെന്ന് കരുതിയിരുന്ന ആ ചെങ്കോട്ടയിലേക്കാണ് 25 വർഷത്തിന് ശേഷം UDF തിരിച്ചെത്തുന്നത്. തീർച്ചയായും ശ്രീജ, കൊല്ലത്ത് UDFന്റെ വലിയ മുന്നേറ്റമാണ് കാണാനായത്.
കൊല്ലം കോർപ്പറേഷൻ രൂപീകൃതമായിട്ട് ശ്രീ സൂചിപ്പിച്ചതുപോലെ തന്നെ 25 വർഷം ആകുമ്പോൾ ആദ്യമായി ഭരണം കോൺഗ്രസിന്റെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ്. കൊല്ലം നഗരസഭ UDF തിരിച്ചു പിടിച്ചു എന്നതാണ്. നിലവിൽ മേയറായിരുന്ന ഹണി ബെഞ്ചമിനും അതുപോലെ തന്നെ രാജേന്ദ്ര ബാബുവും VK അനിരുദ്ധനും ഉൾപ്പെടെയുള്ള പ്രമുഖ നിര അടിതെറ്റി വീണതോടെയാണ് UDFന്റെ വലിയ മുന്നേറ്റം കാണാനായത്. കോർപ്പറേഷനിൽ 56 സീറ്റുകളിലായിരുന്നു മത്സരം നടന്നത്. ഇതിൽ UDF 27ഉം LDF 16ഉം NDA 12 സീറ്റുകളും നേടിയപ്പോൾ SDPI 1 സീറ്റ് നേടി. അതായത് അത് അവരുടെ സിറ്റിംഗ് സീറ്റ് തന്നെയാണ്, അത് അവർ നിലനിർത്തി എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്തിൽ 27 ഡിവിഷനുകളിൽ നടന്ന മത്സരത്തിൽ LDFന് മുൻതൂക്കമുണ്ടായി. LDF 17, UDF 10. 4 നഗരസഭകളാണ് ജില്ലയിൽ ഉള്ളത്. ഇതുപോലെ തന്നെ 4 നഗരസഭകളിൽ LDFന് മൂന്നിടത്താണ് വിജയിക്കാൻ സാധിച്ചത്. UDF ഒരു നഗരസഭ പിടിച്ചെടുക്കുകയും ചെയ്തു. അവിടെയും നമുക്ക് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കരുനാഗപ്പള്ളി നഗരസഭയാണ് UDF പിടിച്ചെടുത്ത്. കഴിഞ്ഞ ടൈമിൽ LDF ഭരിച്ചിരുന്ന നഗരസഭയാണ്. നമുക്കറിയാം കരുനാഗപ്പള്ളിയിൽ LDFന്റെ വിഭാഗീയതകൾ എല്ലാം നിലനിന്നിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം അവിടുത്തെ ഈ ഭരണ തകർച്ചയ്ക്ക് കാരണമായി. UDFന് അത് ഗുണം ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പരവൂർ മുനിസിപ്പാലിറ്റി UDF ആയിരുന്നു ഭരിച്ചിരുന്നത്. അതിപ്പോൾ LDF പിടിച്ചെടുത്ത സാഹചര്യമാണ് കാണാനായത്. 11 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ജില്ലയിലുള്ളത്. അവിടെയും LDFന് മുന്നേറ്റം കാണാൻ സാധിച്ചു. LDF 7 ഇടങ്ങളിൽ വിജയിച്ചു. അതുപോലെ UDFന് 3 ഇടങ്ങളിൽ വിജയിക്കാനായി, സ്വതന്ത്രന് 1. അങ്ങനെയാണ് അവിടുത്തെ കണക്കുകൾ. അതുപോലെ തന്നെ 68 ഗ്രാമപഞ്ചായത്തുകളിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടതിന് സാധിച്ചില്ല എന്നുള്ളതാണ്. LDFന് 33 സീറ്റുണ്ട്. അതുപോലെ UDF 32, NDA 2, സ്വതന്ത്രൻ 1. അങ്ങനെയാണ് അവിടുത്തെ കണക്കുകൾ. അതുപോലെ തന്നെ ജില്ലയിൽ 85 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഒന്നും തന്നെയില്ല. UDF 37, LDF 44, NDA 2, സ്വതന്ത്രൻ 1. അങ്ങനെയാണ് അതിന്റെ കണക്ക് വരുന്നത്. ചുരുക്കം പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് LDFന് വൻ തിരിച്ചടിയാണ് ശ്രീജ സംഭവിച്ചിരിക്കുന്നത്. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക് ടു ഇന്ത്യ ഗോസ് ഇലക്ട്രിക് ബൈ മാരുതി സുസുക്കി വിത്ത് e-Vitara ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് മൊത്തം സിറ്റി ഡ്രൈവിൻ്റെ പുറത്ത് നമ്മുടെ മാരുതി സുസുക്കിയിൽ e-Vitaraയിലെ ഡ്രൈവിൻ്റെ എക്സ്പീരിയൻസ് എത്ര സ്മൂത്ത് ആണ്, നമുക്കതിൽ നാവിഗേഷൻ ആവുന്ന ആ വീഡിയോസ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യും. അതിൻ്റെ കൂടെ നമ്മുടെ E4Me ആപ്പിൽ നമ്മുടെ ഈ ചാർജിങ് പോയിന്റ്സിനൊക്കെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അതിനെങ്ങനെ നമ്മൾ വിസിറ്റ് ചെയ്യുന്നു, ആ വ്യൂസ് നിങ്ങൾക്ക് കാണിക്കാം ഫ്രണ്ട്സ്. സ്റ്റേ ട്യൂൺ വിത്ത് മീ. ബൂം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തു രക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ ചില പ്രതികരണങ്ങൾ കൂടി നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി അപ്രതീക്ഷിതമെന്ന് MP ഗോവിന്ദൻ. പരിശോധന നടത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തും.
തിരുത്തലിലൂടെ തിരിച്ചടികളെ അതിജീവിച്ച ചരിത്രം LDF-നുണ്ട്. LDF-ന്റെ അടിത്തറ തകർന്നിട്ടില്ല. 7 ജില്ലാ പഞ്ചായത്തുകളിൽ LDF-ന് ഭരണമുണ്ട്. CPM BJP വോട്ടുകൾ പരസ്പരം മറിച്ചുകൊടുത്തു എന്നും MP ഗോവിന്ദൻ ആരോപിച്ചു. അപ്പോൾ ആദ്യത്തെ വീക്ഷണത്തിൽ തന്നെ 7 ജില്ലാ പഞ്ചായത്തുകളിൽ ജയിക്കുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിത്തറ തകർന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണല്ലോ. നല്ല രീതിയിലാണ് ഈ രീതിയിലുള്ള കാര്യം ഉണ്ടായിരുന്നത്. എന്നാൽ വിശദാംശങ്ങൾ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തണം എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത്. വിജയത്തിന് കാരണം ടീം UDF എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അടുത്ത മഹായുദ്ധത്തിന് ജനങ്ങൾ നൽകിയ ഊർജ്ജമാണ് ഈ ജയം. UDF-ന് വലിയ വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. LDF-ന്റെ വർഗീയ നീക്കങ്ങൾക്കേറ്റ തിരിച്ചടിയാണിത്. ക്ഷേമ പരിപാടികൾ നടത്തിയ ആദ്യ സർക്കാർ അല്ല, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിച്ച സർക്കാരാണിത്. വലിയ വിജയം നൽകിയ ജനങ്ങൾക്കൊപ്പം കൂടുതൽ വിനയത്തോടെ UDF ഉണ്ടാവുമെന്നും VD സതീശൻ പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനം നിലവിൽ വന്ന 1995 മുതൽ 2025 വരെ നടന്ന 7 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഏറ്റവും ഉജ്ജ്വലമായ വിജയം നേടി UDF കുതിക്കുകയാണ്. ഈ 7 തെരഞ്ഞെടുപ്പിലെയും ഏറ്റവും വലിയ വിജയമാണ് 2025 പ്രാദേശിക സർക്കാരുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF നേടിയിരിക്കുന്നത്. ഈ വലിയ വിജയം UDF-ന് സമ്മാനിച്ച കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളോടും ഞങ്ങൾക്ക് വലിയ കടപ്പാടുണ്ട്. ഞാൻ അവരോട് ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വളരെ വിശദമായി തന്നെ വിശകലനം ചെയ്യുന്ന സമയമാണ്. പ്രൈം ഡിബേറ്റിൽ മഞ്ജുഷ് ഗോപാൽ.